മെമ്മറി മേക്കേഴ്സ് ആണ് നമ്മളെ ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്കിറ്റുമായിട്ട് ഇനി വേദിയിലേക്ക് എത്താൻ പോകുന്നത്. അവരെ സ്വാഗതം ചെയ്യാം. ഓ ഒന്നിങ്ങോട്ട് ഇറങ്ങി വാ മനുഷ്യ. ഒരുമാതിരി പെണ്ണുങ്ങളെ പോലുള്ള ഒരുക്കം. നീ അല്ലടി ഒരുമാതിരി പെണ്ണുങ്ങളെ പോലെ കലവില 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 എന്ന് പറഞ്ഞ് വെള്ളം ഉണ്ടാക്കണത്. അതെന്നാ വർത്താന? ഞാൻ പെണ്ണല്ലേ? ആ നീ രൂപം കൊണ്ട് പെണ്ണും സ്വഭാവം കൊണ്ട് ആണിന്റെ സ്വഭാവമാ. പറഞ്ഞായിരുന്നോ? എടി ഞാൻ എന്റെ ദൈവമേ ഈ മുടി തലയിൽ ചീപ്പ് കുരുങ്ങിട്ട് ഭയങ്കര പ്രശ്നമാവുന്നു. എന്റെ തല 25 വർഷം മുമ്പ് കുരുങ്ങിയ ഒരു ചീപ്പാ ഇതുവരെ ഊരാൻ പറ്റിയിട്ടില്ല. എന്നാ പറഞ്ഞേ? എല്ലാം പറഞ്ഞോ? ഒന്നുമില്ല, ഒന്ന് വേഗം വാ. കല്യാണത്തിന് മുഹൂർത്ത സമയത്തെങ്കിലും അവിടെ ഒന്ന് എത്തണം, അല്ലാതെ ഉണ്ണുന്ന നേരത്തല്ല ചെല്ലേണ്ടത്. ആ ഉണ്ണുന്ന നേരമാണ് എന്റെ മുഹൂർത്തം. ആ സമയത്ത് അവിടെ ചെന്നാ മതി. നീ കുറെ നാളായല്ലോ കല്യാണത്തിന് പോകണം കല്യാണത്തിന് പോകണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമല്ല. നിന്നെ ഈ വെപ്രാളവും പരവേശം കണ്ടാത്ത ഒന്നും ഇവളുടെ കല്യാണത്തിന് പോകണമെന്ന് തോന്നുമല്ലോ. എന്റെ അല്ല ആരുടെ ആയിക്കോട്ടെ, കല്യാണത്തിന് സമയത്ത് ചെന്നാലേ കല്യാണം കാണാൻ പറ്റുള്ളൂ. മുഹൂർത്തത്തിന് വേണ്ട ചെല്ലാനായിട്ട്. ഷോടോ നീ ഇത് കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്. എന്റെ ബിനുവലിവായി നമ്മൾ ആണുങ്ങൾ ഒരു കാര്യം ഒറ്റ പ്രാവശ്യമല്ലേ പറയുള്ളൂ. ഈ പെണ്ണുങ്ങൾ അങ്ങനെയല്ലെന്ന് ഒരു കാര്യം 100 തവണ പറഞ്ഞു നടക്കും. അതെ, ഞങ്ങള് പെണ്ണുങ്ങളോട് ഒരു കാര്യം ഒറ്റ തവണ പറഞ്ഞാൽ മതി. നിങ്ങൾ ആണുങ്ങൾ കഴുതകളോട് ഒരു കാര്യം 100 പ്രാവശ്യമെങ്കിലും പറയണം, എന്നാലേ മനസ്സിലാവുള്ളൂ. കേക്ക് കേക്ക് ദേ പിന്നെ പറയണോന്ന് ഇതന്നെ ഞാൻ പറഞ്ഞത്. എന്റെ ദൈവമേ, തലവേദനയല്ല എന്റെ തലവിധി. എന്തോരം നല്ല നല്ല ആലോചനകൾ കൊണ്ടുവന്നതാ എന്റെ ദൈവമേ. എന്നാ പിന്നെ ആദ്യം വന്ന ആ കഴുതൊക്കെ നിന്റെ അപ്പനങ്ങൾ കെട്ടിച്ചു കൊടുത്താ പോരായിരുന്നോ? തന്നെയല്ലേ എന്റെ അപ്പ ഇപ്പൊ ചെയ്തത്. ശരി, ഇനി അങ്ങനെ ഇട്ടെറിഞ്ഞിട്ട് പോകാൻ പറ്റുമോ? ഇവിടെ പെയിന്റ് അടിക്കാൻ വേണ്ടി ശശിയും പിള്ളേരും വരാന്ന് പറഞ്ഞാൽ അവര് വന്ന് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് വേണ്ടേ പോകാൻ. അവര് ഇന്നലെ വരാന്നല്ലായിരുന്നോ പറഞ്ഞത്? ഇന്നലെ പുറപ്പെട്ടെന്നാണ് എന്നോട് പറഞ്ഞത്. കല്യാണത്തിന് പോണ്ടേ? അവര് വരട്ടെ, വന്നിട്ട് പോകാന്ന്. നീ പട്ടി കഴിച്ചു വിട്ടിട്ടാണോ നമ്മൾ കല്യാണത്തിന് പോകാൻ വേണ്ടി പോണേ? പട്ടിയല്ല നിങ്ങളുടെ അപ്പന. പട്ടിയുടെ അപ്പന്റെ ശബ്ദം ഒരേപോലെ ഇരിക്കണം, ഏതാണെന്ന് മനസ്സിലാവില്ല. 25 കൊല്ലായില്ലേ എത്തിട്ട് സംസാരിക്കുന്നത്? വെറ്റിലെ ചെല്ലം അകത്തിരിപ്പുണ്ട്. ചെല്ലപ്പ ചെല്ലപ്പാന്ന് അപ്പനെയാണോ പേര് വിളിക്കുന്നത്? അയ്യോ, ചെല്ലപ്പൻ ചേട്ടനെ ചെല്ലപ്പ എന്ന് പറഞ്ഞതല്ല, ചെല്ലം അകത്തുണ്ട് ചെല്ലപ്പ എന്ന് പറഞ്ഞതാ. അകത്തിരിപ്പുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അതെ, ഞങ്ങള് കല്യാണത്തിന് പോകുക. കല്യാണത്തിലേ പോകുക. നിങ്ങൾ കല്യാണത്തിന് പോവാന്നോ? അയ്യോ, അപ്പൊ എന്റെ ഞം എങ്ങനാ? മോളുണ്ട്. സ്മോൾ ഉണ്ടോ? എന്നാ പിന്നെ അത് അടിച്ചോണ്ടിരിക്കാം. അയ്യോ, സ്മോളല്ല, മോള്, നമ്മുടെ മോളെ ഒളിച്ചോടി പോയോ? അനാവശ്യം പറഞ്ഞോ. അല്ലപ്പ അങ്ങനെ പറഞ്ഞേ. അല്ല, ഇവിടെ അല്ലയോ മോളെ തള്ള വേലി ആടിയാ മോള് മതിരി ആടോ, അതുകൊണ്ട് പറഞ്ഞതാ. അതെ, മോൾ ഇന്നലെ രാത്രി വന്നായിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് പഠിത്തം കഴിഞ്ഞ് രാത്രി വന്നായിരുന്നു. മോള് വന്നായിരുന്നു? അപ്പൊ നല്ല ഉറക്കമായിരുന്നേ. അവൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴേ ഡിപ്ലോമയും കൊണ്ടാ വന്നേ. എന്നിട്ട് എന്തിനാണ് അവളെ ഈ പെരക്കകത്ത് കേട്ടത്? വല്ലോന്റെ സാധനം കൊണ്ടുവരുന്നത് തിരിച്ചു കൊടുക്കണം. മോട്ടിച്ചോണ്ട് വരുന്ന സാധനം കൊണ്ടുവരുന്നത് കേട്ടത് എന്ത്? നീ ഇപ്പൊ പറഞ്ഞ ഡിപ്ലോമ കൊണ്ട് എന്താണ് മോട്ടിച്ച സാധനം കൊണ്ടുവിടെ കയറ്റിയെന്ന്? എന്റെ അപ്പ ഡിപ്ലോമ എന്ന് പറഞ്ഞത് ഒരു ഡിഗ്രിയാ. അത് വണ്ടി കേൾക്കുന്ന സാധനമല്ലയോ? ഉമ്മിക്കരി പറയാൻ ആരെക്കൊണ്ട് പറ്റും എന്റെ പൊന്നെ? അപ്പനകത്താക്ക ഞങ്ങളെ പോയിക്കേ. ഞങ്ങൾ കല്യാണം എന്നെ ഈ കാണിക്കണത്? അതെ, ചവിട്ടാണോ കണ്ടായിരുന്നോ? അയ്യോ, ചവിട്ടാണമല്ല, നമ്മുടെ വീട് പെയിന്റ് അടിക്കാൻ വന്ന ശശിയായിരുന്നു. ശശിയും പിള്ളേരും. നമ്മുടെ വീട് പെയിന്റ് അടിക്കാൻ വന്ന ശശിയും. ശശി അറിയത്തില്ല? എന്റെ കൂട്ടുകാരൻ ശശി. എന്റെ കൂട്ടുകാരാണോ? നീ എന്നാ ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയത്? ജയിലിൽ നിന്നോ? അതെന്നാ അങ്ങനെ ചോദിച്ചേ? അല്ല, ഇവന്റെ കൂട്ടുകാരും മിക്കവാറും ജയിലിലും കൊലപാതകളും അങ്ങനെയൊക്കെ ഉള്ളവർ, അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. എന്റെ അപ്പനാ. ഇതേ മറ്റേ ശശി, വീട് പെയിന്റ് അടിക്കാൻ വന്ന ശശി. വീട് പെയിന്റ് അടിക്കാൻ മക്കൾ ശശി അല്ല, പുത്തമ്പറ ശശി. നിന്റെ ആശയപ്പേര് അങ്ങനെയാണല്ലോ. പിന്നെ നിന്റെ അപ്പൻ ഇപ്പോഴും ആ ദിവാകരൻ തന്നെ ആണോ? അല്ല, ഗസറ്റിൽ പേര് മാറ്റി, അപ്പനെ മാറ്റി. ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞിട്ട്. ശശിയെ, ഞങ്ങളെ കല്യാണത്തിന് പോകാൻ വേണ്ടി വന്നതാണേ. ആണോ? നിങ്ങൾ ഇന്നലെ വരുമെന്നല്ലേ പറഞ്ഞത്? അതെ, ഇന്നലെ വരുമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഭക്ഷണം വരെ ഉണ്ടാക്കി വെച്ചില്ലേ? ഞങ്ങൾ ഇന്നലെ വന്നായിരുന്നു. ആണോ? ഞാനിവിടെ ചേട്ടൻ ഇല്ലായിരുന്നു. ഞാൻ പുറത്തു പോയതാ. ചേച്ചി വിത്തൗട്ട് ഇരിക്കുന്നു. സിറ്റൗട്ട് അവൻ പറഞ്ഞ സിറ്റൗട്ട് എന്നാ പറഞ്ഞേ. ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞേക്കല്ല, അവൾ അങ്ങനെ ഇരിക്കും. പോകുന്നില്ലേ? പോകുന്നില്ലേന്ന്
ഞാൻ പോകുന്നില്ല, അവര് മാത്രമേ കല്യാണത്തിന് പോകുന്നുള്ളൂ. അതല്ല ചോദിച്ചേ, മൂക്കി പഞ്ഞി വെച്ച് മേലോട്ട് പോകാറായില്ലേ? വീട്ടിൽ വന്നിട്ട് അനാവശ്യം പറയുന്നോടാ. അതെ, അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോവാന്ന്. അപ്പനകത്തേക്ക് പോയിക്കോ. കേട്ടോ? എന്നാ പറഞ്ഞോ? ഒരു കാര്യം പറഞ്ഞ അളിയൻ പറയളിയാ. നമ്മൾ കേറി ഇങ്ങോട്ട് വരുമ്പോഴേ കേറി വരുമ്പോ ഈ ഭാഗത്തായിട്ട് ഈ ഭാഗത്താ ഒരു ഐശ്വര്യമുള്ള ഒരു പടം വരക്കണം. എന്നാ പിന്നെ എന്റെ പടം വരച്ചു വെച്ചോ. ഐശ്വര്യക്കേടിന്റെ പടമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഐശ്വര്യമുള്ള ഭഗവാനെ കൃഷ്ണന്റെ ഒരു പടം വരക്കണമെന്ന്. എന്ത്? കൃഷ്ണന്റെ പടം. എന്റെ ദൈവമേ, നിരീശ്വരവാദിയായ നീ എന്നാണ് വിശ്വാസം? നിനക്ക് എന്നാ വിശ്വാസം ഉണ്ടായത്? വിവാഹത്തിന് മുമ്പ് ഞാൻ നിരീശ്വരവാദിയായിരുന്നു. ദൈവമില്ല, സ്വർഗമില്ല, നരകമില്ല എന്നും പറഞ്ഞ നിരീശ്വരവാദി അറിയാലോ. പക്ഷെ വിവാഹത്തിന് ശേഷം എനിക്ക് മനസ്സിലായി സ്വർഗം ഉണ്ടെന്ന്. അല്ലേ? നരകം ഉണ്ടെന്ന്. നരകം ഉണ്ടെങ്കിൽ സ്വർഗമുണ്ട്, സ്വർഗം ഉണ്ടെങ്കിൽ ദൈവം ഉണ്ടല്ലോ. ഈ ഭാഗത്ത് ഒരു കൃഷ്ണന്റെ പടം. ഇവിടെ ഈ ഭാഗത്ത് അന്വേഷിക്കും വന്നേ. നല്ല ആർട്ടിസ്റ്റ് ആട്ടോ, നല്ലതായിട്ട് സൂപ്പർ ആയിട്ട് പടം വരയ്ക്കും. ഫൈനാൻസാ. എപ്പ പിന്നെ ഫൈനാൻസ് ആണ്. ഏത് ഫൈനാൻസ്? ഫൈനാൻസിന് കുറച്ച് പൈസ എനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഫൈനാൻസ് അല്ല, ഫൈനാൻസ്. ഫൈനാൻസ് എടാ, ആവശ്യമില്ല, ഇവൻ നന്നായിട്ട് പടം വരയ്ക്കുന്നു. നിങ്ങൾ വന്നേ, ആവശ്യം ഞാൻ പറയാം. ഒരു ഉഗ്രം പടം. എടാ, ഈ ഭാഗത്ത് കേറി വരുമ്പോ കാണാവുന്ന ഒരു കൃഷ്ണന്റെ പടം വരയ്ക്കണം. കേട്ടല്ലോ, സൂപ്പർ ആയിട്ട് വരയ്ക്കും. ശശിയെ, എന്തോ എന്നാ അളിയാ? അല്ലെ മ്യൂറലുണ്ടോ? എന്നാ മ്യൂറലുണ്ടോ? ഇങ്ങ് വരുന്ന വഴിക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, പക്ഷെ വായുവിളി കഴിച്ചപ്പോ മാറി. അതല്ല, അതല്ലേ മ്യൂറൽ. എടാ ഈ ഒരു മിനിറ്റ് ഞാൻ ചോദിക്കട്ടെ. എടാ, ഇവരെന്നാണ് ഈ പറയണത്? എന്നാ സാധനം മ്യൂറൽ എന്ന് പറഞ്ഞ എന്നാ സാധനം? എന്തോ കൊള്ളാം, എന്നാ സാധനം അറിയാൻ എടാ ബാബു, അത് വേണോടാ? അത് ഇവിടെ ചേരളത്തില്ലല്ലോ, അത് വേണ്ടത്. ആ സാധനം വേണ്ട, എനിക്ക് കാണുമ്പോ തന്നെ സാധനം വിട്ടു. നിന്റെ ഇഷ്ടം. അത് വേണ്ടെന്ന സാധനം. നിന്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം. എടാ, നിന്റെ വീട് എന്റെ വീട് പോലെ തന്നെയല്ലേ, ഞാനത് ക്ലിയർ ആക്കി തരും. അത് മതി, നിന്റെ ഇഷ്ടം പോലെ അങ്ങോട്ട് ചെയ്യാം കേട്ടോ. പിന്നെ കാറ്റലോഗ് ഉണ്ടോ? പെയിന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് കേട്ടോ. കാറ്റലോഗ്. കാറ്റലോഗ് 2 ഫ്ലാറ്റ് ബ്രഷും ഉണ്ട്, 4 ഇഞ്ചിന്റെ ബ്രഷും ഉണ്ട്, പിന്നെ വയർ ബ്രഷും ഉണ്ട്. ഏതാ വേണ്ടെന്ന് പറയാന്നേ. അയ്യോ അതല്ല, കാറ്റലോഗ്. ഇങ്ങനെ ഇട്ടോട്ട് കുളുക്കാതെ എന്നാന്ന് പറയടാ. ഞാൻ ഇതെല്ലാം കൂടെ ഈ കളറുകളെല്ലാം ഇങ്ങനെ തേച്ച് കളർ ഷീറ്റ്. അതാണ് ഉദ്ദേശിച്ചത്, കളർ ഷീറ്റ്. ഇത് മതിയോ? എന്നെ പണിയാടാ കാണിച്ചത്. നീ ഉദ്ദേശിക്കുന്ന ടൈപ്പ് അല്ല അത്. അല്ല എന്നാ അതല്ലടാ, മറ്റേ ഞാൻ മറ്റേ ഇത് കാണിച്ചത്. വൃത്തിയോട് കാണിച്ചല്ല, ഇത് പഴയ ആളാണല്ലോ. അന്ന് കമ്പ്യൂട്ടർ മിക്സിംഗ് ഒന്നുമില്ല. ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ ലൈവായിട്ട് ഓരോ കളർ എടുത്ത് മിക്സ് ചെയ്യുക. ആ മിക്സ് ചെയ്ത് ഓരോ കളർ എടുത്ത് മുണ്ടലിങ്ങനെ തോക്കും. ഓരോ വീടുകളിൽ സാമ്പിൾ കാണിക്കാം. സാമ്പിൾ കാണിച്ചാണോ? നീ എവിടെ നോക്കിയ? ഇവിടെ നോക്ക്. ഇതല്ലേ പറഞ്ഞേ. ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവുന്നില്ലെന്ന്. ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിലാവണല്ലോ. ചേടാ, ഒരു കാര്യം ചെയ്യാം. വാ, ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് വാ. ഇതില് നമുക്ക് ഈ കളർ നല്ല കളറാ അല്ലേ? അത് ഈ കളറാ. അത് പെയിന്റ് അല്ല കേട്ടോ. അത് പിന്നെ തുണി ഉണങ്ങാൻ വേണ്ടി അടയടിച്ചപ്പോ കാക്ക ദൂരിട്ട് പോയതാ. അത് പെയിന്റ്, നമുക്ക് പെയിന്റ് ആണെന്ന് തോന്നും. അത് അങ്ങനെ ഒരു പ്രത്യേകത. കഴിയാ പോരായിരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. എന്റെ ബാബുളിന്റെ വീടല്ലേ, ഞാനൊരു കളർ സെലക്ട് ചെയ്യാം. ഈ കളർ നമ്മൾ ഇതിന്ന് അങ്ങോട്ടായിട്ട് നമുക്ക് ഇവിടെ അടിക്കുവാണെങ്കിൽ, ഇതിവിടെ തേക്കുവാണെങ്കിൽ നല്ല ഗുമ്മായിട്ടിരിക്കും, നല്ല തിളക്കം കിട്ടും. അവിടെ തിളങ്ങിയിട്ട് ഞങ്ങൾക്ക് എന്നാ ഗുണമുള്ളത്? ഒരു ഗുണം ഉണ്ടോന്നോ? എടാ, ഇവിടെ തിളങ്ങും. എടാ, കാല അങ്ങോട്ട് മാറണം. ഭിത്തിയിലിട്ട് തിളക്കുന്ന കാര്യം ആവശ്യമില്ലാത്ത വന്ന് ഇവിടെ ഇവിടെ അവിടെ അടിച്ചോ. നീ തെറ്റിദ്ധരിച്ച അതാണ്. അതല്ല, ഇവിടെ നിങ്ങൾ കൊടുക്കുവാണെങ്കിൽ കളർ അടിച്ചോ. അല്ലേ, കുഴപ്പമില്ല. അപ്പൊ നമുക്കിത് ഫിക്സ് ചെയ്യാലോ. പിന്നെ ഫിക്സ് ചെയ്യണമെങ്കിൽ മോളോടൊന്ന് ചോദിക്കാം. അവളാകുമ്പോ നല്ല കളർ സെൻസ് ഒക്കെ. ഇനി മോള് വരുന്നോടും വരെ ഞാൻ ഈ കാറ്റലോഗും പിരിച്ചുകൂടെ നിൽക്കാൻ പറ്റുമോ? അവൾ ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് വന്നു. എന്നാ പറഞ്ഞേ? മോളെ വിളിക്കാം. മോളെ വിളിച്ചാ എത്ര നാളെ കണ്ടിട്ട്. എന്നാ വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ? വരുമ്പോഴേ തന്തനെ കയറി ഡാന്നാ വിളിക്കുന്നത്. പണ്ട് ഇവിടെ എന്നെ പപ്പാന്നാ വിളിച്ചിരുന്നേ. പിന്നെ ലിപ്സ്റ്റിക് ഒക്കെ ഇടാൻ തുടങ്ങിയ ശേഷം പപ്പ മാറ്റി ഡാഡി ആക്കി. അതന്നെ അങ്ങനെ. ലിപ്സ്റ്റിക് ഇട്ടിട്ട് പപ്പാന്ന് വിളിക്കുമ്പോഴേ ചുണ്ടത്ത് പടരൂന്ന്. നീ ലിപ്സ്റ്റിക് ഇട്ടിട്ട് നിന്നെ പപ്പ മാറ്റി നിന്നെ അളിയാന്ന് വിളിക്കാതെ നീ നോക്കിക്കോ. മോളെ, ഇതാണ് ശശി. ശശി
ഓ അയ്യോ ഇതാണോ ശശി? അറിയോ? അയ്യോ ഞാൻ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഞാൻ ശശി ശശിന്ന് ഒരുപാട് കേട്ടിട്ടുണ്ട്. അല്ല, കൊള്ളാം. ഞാനേ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ശശിയായി ശശിയായി, പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അയ്യോ ആ ശശിയല്ല. ഞാൻ ശശിയല്ല, ഞാൻ ശശി അങ്കിൾ. പപ്പയുടെ കൂട്ടുകാരനാണ് ഞാൻ. അയ്യോ ശശി uncle ഞാൻ ആയിരുന്നോ? കൊച്ചിന് ഒരുപാട് എടുത്തോണ്ട് വന്നിട്ട് അന്ന് നിന്റെ ഇത്രയും പീപ്പിട്ടിക്കായിരുന്നു. ഇപ്പൊ മോളെ ഞങ്ങള് കല്യാണത്തിന് പോവാണേ. പിന്നെ ഇത് ഇവർക്കുള്ള ഭക്ഷണം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് എടുത്ത് കൊടുത്തേക്കാം. മോളെ ഇവിടുത്തെ പെയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണേ, ഏത് കളർ വേണമെന്നൊക്കെ കേട്ടോ. സമയം ഒരുപാടായി, അല്ലെങ്കിൽ അമ്മ എന്നെ കൊല്ലും. എന്നാ ഞാൻ പോട്ടെ. അളിയും ധൈര്യമായിട്ട് പോയാ. ഓക്കെ അല്ലേ? Bye, Daddy. Bye. ബൈ ബൈ ഡാഡി. അങ്കിളെ ഇതൊക്കെ ആരാ അങ്കിളെ? ഞാൻ അസിസ്റ്റന്റ്. ഞാനാണ് ശരിക്കും പുള്ളി അസിസ്റ്റന്റ്. പറഞ്ഞമാരെ അങ്ങോട്ട് മാറി നിൽക്കേ. മോളെ ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ വീടിന് ഏത് കളർ അടിക്കുന്നത്? നമുക്ക് ലൈറ്റ് ആയിട്ട് ഒരു പർപ്പിൾ ഷെയ്ഡ് അടിക്കാം അങ്കിൾ. പർപ്പിൾ സൂപ്പർ ആയിരിക്കും അങ്കിൾ. സൂപ്പറാ. അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ 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 ഓക്കെ. ഓക്കെ. വന്നേ, ആ കൊച്ചെന്നാ കളറാടാ പറഞ്ഞിട്ട് പോയെ? പ്രപ്പളോ? പപ്പറോ? എന്നാ? ആ എന്തോ എനിക്കറിയത്തില്ല. എന്നാ ഒരു കാര്യം ചെയ്, നീ ഈ ചാണകപ്പച്ച അങ്ങോട്ട് അടിച്ചു വെക്ക്. എന്ത് ചെയ്ത് ഇതങ്ങ് അടിച്ചു വെക്ക്, ഞാൻ പറഞ്ഞോളാം അവര് വരുമ്പോ. ശശിയേ, ഓ കാലം വന്നേക്കണ്. ഓ എന്നാ എങ്ങനെ പറ്റോ? പോകുന്നു നിന്റെ പണിയൊക്കെ? അങ്ങനെയൊക്കെ പോകുന്നു അപ്പച്ച. ആ പിന്നെ ആ എന്തോ ഇതാക്കി വന്നേ, എന്നാ പച്ചാ? അടിച്ചു തുടങ്ങിയാലോ? അമ്മമാര് കേക്കണ്ട, ഞാൻ ഓടിപ്പോയി ഒരു ഗ്ലാസ് വെള്ളവും ഒരു കുപ്പി വെള്ളവും 2 ഗ്ലാസ് വെള്ളം എടുത്തു. എന്തോന്റെ കാര്യമാണ് പറഞ്ഞത്? ചേട്ടൻ അടിച്ചിട്ട് തുടങ്ങണം. പെയിന്റ് അടിക്കുന്ന കാര്യമല്ല, പെയിന്റ് അടിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാല കൊതിപ്പിച്ചല്ലേ എന്നാ ഇങ്ങോട്ട് വന്നേ. ഇതേ ആ നീ വന്നേ, നീ ഇത്രയും വലിയ വീടൊക്കെ ഇനി അടിച്ചടിച്ചിട്ടുണ്ടോ? പിന്നെ ഉണ്ടോന്നോ? ആ. അപ്പച്ചാ ഞാൻ ഈ കഴിഞ്ഞ ദിവസേ ആ. ഒരു പിച്ചക്കാരന്റെ വീട് പെയിന്റ് ചെയ്യാൻ പോയി. അതൊക്കെ കൊച്ചു വീടല്ലയോ? ഒറ്റ വീടല്ല, ചെന്ന് കാണണം, ഭയങ്കര വീടാ. ആ 5-6 മുറിയും വലിയ കാട്ട ഒരു ഹാളും ആ. ഒരു കുഞ്ഞു സിറ്റ് ഔട്ടും ഒരു 6 കക്കൂസും 3 കുളിമുറി. അപ്പൊ അടുക്കള ഇല്ലയോ? തെണ്ടി തിരുന്നവൻ എന്തിനാ പാപ്പ അടുക്കള? അങ്ങനെ ഒരു വീട് നീയും വെക്കുന്നത് നല്ലതായിരിക്കും. അതിനാണ് കുട്ടി പറഞ്ഞേ. അങ്ങനെ നിന്റെ സ്വഭാവം അനുസരിച്ച് പറഞ്ഞ. പിന്നെ വേറൊരു കാര്യം, ആ എന്നാന്ന് പറഞ്ഞോ? അപ്പുറത്തെ മോള് കിടക്കുന്ന റൂമിന്റെ അപ്പുറത്ത് ഒരു ബാത്റൂം ഉണ്ട്. ആ. അവിടുത്തെ ആ വെന്റിലേഷന്റെ ജനലെല്ലാം അങ്ങ് തുരുമ്പിച്ചിരിക്കുക. തിരുമ്പിച്ചിരിക്കുക. ഇവന്മാരെ വിട്ടൊരു 4 വലി 4 പ്രാവശ്യം ഒന്ന് പെയിന്റ് അടിക്കണം. അടിപ്പിക്കാം. ആ തുരുമ്പിച്ച് കിടക്കുക. അടുപ്പിക്കാം. ആ പിന്നെ വേറൊരു കാര്യം, ആ. അങ്ങോട്ട് പോകുമ്പോ ആ സെപ്റ്റി ടാങ്ക് ഒക്കെ പൊട്ടിക്കിടക്കും, അവിടെ എല്ലാം അഴുക്കാം. അച്ചോ ആ ഒരു കാര്യം ചെയ്യ്, നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, പെട്ടെന്ന് വിട്ട് അടിപ്പിക്കണം. അവന്മാരെ വിട്ട് അടിപ്പിച്ചോളാം. ആ. പൊക്കോ, അകത്തേക്ക് പൊക്കോ. ആ ശരി ശരി. സതി ഡാ എന്തോ അപ്പച്ചൻ പറഞ്ഞില്ലേ അവിടെ ആ അടുക്കളയുടെ അവിടെ അവിടെ അങ്ങോട്ട് ഒരു കക്കൂസിന്റെ ഒരു ജനൽ പൊട്ടിക്കിടപ്പുണ്ടാന്ന് പോയി 4 വലി അങ്ങടിച്ച്. ഓ ഈ തുരുമ്പിച്ചതും മറ്റേ സെപ്റ്റി ടാങ്കൊക്കെ നമ്മൾ അടിക്കണം. നിങ്ങളെല്ലാം വലിയ കൂടിയ പണിക്കാർ, നിങ്ങൾ വേഗം അടിച്ചാൽ എനിക്ക് പറ്റില്ല. എടാ ഞാനാണ് കൺട്രാവി, ഇപ്പൊ അവനാണ് കൺട്രാവി. എടാ ഇങ്ങൊന്നടാ അനീഷേ വന്നേ. അപ്പച്ചൻ പറഞ്ഞില്ല ആ പെയിന്റ് എടുത്തോണ്ട് പോയിട്ടേ അവിടെ പോയിട്ട് ആ കക്കൂസിന്റെ അവിടെ പൊട്ടി കിടക്കുന്ന അതൊന്നും 4 വലി അങ്ങ് വലിച്ചിട്ട് വാ. പെയിന്റ് സെറ്റാവും, പെയിന്റ് സെറ്റാവും. അപ്പച്ചാ ആ എന്നാ മോളെ? ഞാൻ കുളിച്ചിട്ട് വരാവേ. ആ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് വാ. എന്നാണത്? മറ്റേ അപ്പച്ചൻ പറഞ്ഞേ എന്നത്? വെന്റിലേഷനിൽ അടിക്കാൻ. 2 പേരും കൂടെ? അല്ല ഇവന്റെ തോളെ കയറി ഞാൻ അടിച്ചോളാം. അപ്പൊ പിന്നെ ഞാനെങ്ങനെ കാണും? എന്ത്? അല്ല ഞങ്ങൾ അടിച്ചോളാം, ഇപ്പൊ തന്നെ അടിക്കാം. എന്നാ പോയി അടി. ബാത്റൂമിൽ വെള്ളം വരുന്നില്ലല്ലോ. ആ എന്നാ വൈകിട്ട് കാണാൻ കുളിക്കാം, മോർണിംഗ് പോരെ. പോയില്ലേ? വൈകിട്ട് കുളിക്കാം. ഏ? അല്ല അതെ വൈകിട്ട് അടിക്കാം. മറിക്കത് കാര്യം പറഞ്ഞു. അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ്? ഓക്കെ മോളെ, ഓക്കെ ഓക്കെ അറിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കേ. ഓക്കെ ഓക്കെ. ശശിയേ, ഓ ആണ്ട വന്നു. എന്താ പറ്റോ? നിന്റെ പണിയൊക്കെ എങ്ങനെ പോന്നു? അങ്ങനെയൊക്കെ പോകുന്നു. ആ എടാ ശശി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാ. എന്നാ പറ്റാ പറഞ്ഞോ? എന്റെ ആ ചെറുക്കനില്ലയോ ബാബു, നിന്റെ കൂട്ടുകാരൻ, ആ ആ കിഴക്കൻ, ആ അവനെ ആ ഇവിടെ നല്ല സ്ഥിതി വളർന്നതാ. ഓഹോ ഓ അവൻ ഗൾഫിന് പോയിരിക്കുവായിരുന്നല്ലോ. ആ ഗൾഫിന് പോയപ്പോഴത്തേനെ ആ. ഇവിടെ വന്നിരിക്കുന്ന ആ പൂതനയില്ലയോ അവന്റെ ഭാര്യ, ആര്? ആ അവളെ ഇവന്റെ സ്വത്തും പണവും ഒക്കെ കണ്ടിട്ട് ഇവനെ വളച്ച് കെട്ടിയതാ. പെണ്ണുപിള്ളയോ? ആ നന്നേ, ആ, പറയുന്നില്ല അവർക്ക് കേട്ടോ. കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തടത്തെ ആയിരുന്നു. എല്ലാ സ്വത്തും അവന്റെ ആണെന്നായിരുന്നു വിചാരം, പക്ഷെ എന്റെ ആണല്ലോ. പിന്നെ അവള് കഞ്ഞി കുടിക്കാൻ നിവൃത്തി ഇല്ലാത്തടത്തെ ആയിരുന്നു. കടുകഞ്ഞി പോലും ഇവിടെ വന്ന അവള് കാണുന്നത്. പക്ഷെ കണ്ടാ പറയത്തില്ല കേട്ടോ. ആ ഇവിടെ വന്നപ്പോ ഉണ്ടല്ലോ അവള് വള്ളി പോലെ ഇരുന്ന വള്ളി പോലെ. ഓ ഇപ്പൊ കണ്ടാലൊന്നും പറയത്തില്ല. ആ ഇപ്പൊ നീ അവളെ കണ്ടോ? പിന്നെ കണ്ട്. എങ്ങനുണ്ട്?
കിടുക്ക മുതലല്ലേ അല്ല നല്ല പെണ്ണല്ലേ എന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോ അവൾ ഈ സ്വത്തും കാര്യങ്ങളും ഒക്കെ കണ്ട് എല്ലാം അവക്ക് കിട്ടുമെന്നും പറഞ്ഞോണ്ടിരിക്കുവാ. ആ. ആ. ഞാൻ ഇവിടെ ഒരു പാവ അപ്പച്ചനുണ്ട്, മനസ്സിലായോ? ഉവ്വ്. ആ, എന്റെ ആയി സ്വത്തൊന്നും അവക്ക് അറിയത്തില്ല. ഞാൻ ഈ പാവ അപ്പച്ചനുള്ളത് കൊണ്ട് അവക്ക് എന്നെ ഒരു മൈൻഡും ഇല്ല, മനസ്സിലായോ? നീ പറയുന്നത് മനസ്സിലാക്കുന്നു? ചില പെണ്ണുങ്ങൾ അങ്ങനെ എന്നിട്ടുണ്ടല്ലോ കാര്യങ്ങൾ നീ മനസ്സിലാക്കണം. അതങ്ങനെ ചില പെണ്ണുങ്ങളെ നമ്മൾ പറഞ്ഞാലും മനസ്സിലാകില്ല. ഞാനൊരു അപ്പച്ചനുണ്ടാ, ഞാൻ ഇവിടെ തുമ്മിയാ കുഴപ്പം, തുപ്പിയാ കുഴപ്പം, അങ്ങനൊക്കെ ഓരോരോ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇവിടെ വന്നിട്ട് ഇവിടെ വന്നാ ഇതൊക്കെ കാണുന്നത്, ഈ മുതലും കാശും ഒക്കെ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ അപ്പച്ചാ, ഇങ്ങനെ ചില പെണ്ണുങ്ങൾ വന്ന് കേറുമ്പോ തന്നെ നമ്മുടെ കുടുംബത്തിൽ ഒരു ചെറിയൊരു ഐശ്വര്യക്കേട് പോലും അതാണ് അതാണ് നമ്മൾ കുടുംബം നന്നാകണമെങ്കിൽ പെണ്ണുങ്ങൾ നന്നാവണം എന്നാ പറയുന്നത്. അതാണ് പറയുന്നത്. എന്നാ പെയിന്റ് ചെയ്യാൻ വന്നിട്ട് കഥ കേട്ടോണ്ടിരിക്കുന്നോ? അത് ശരി. എടാ നോക്കി നിൽക്കാതെ വേറെ ഫില്ല് ചെയ്യണം. അത് ഇത് ഇങ്ങനെ ഫില്ല് ചെയ്യാനുള്ള ആരുമല്ല പെയിന്റ് ചെയ്യുന്നത്. ഞാൻ വീട്ടിൽ പണിക്ക് വന്നിട്ട് ഇത്രയും പരിപാടിയാണോ കാണിക്കുന്നത്? ഒറ്റ മാത്രമുള്ള കളിപ്പിക്കാൻ വരുന്നോ? കൊല്ലല്ലേ, ചുമ്മാ അടിച്ചതാ. ഞാനല്ല ഒരു രണ്ടടി അമ്മാർക്കോട്ട് കൊടുക്കാവോ? എന്തിനാ? അല്ല അമ്മ സീറ്റിൽ ചെന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി ഒരു രണ്ടടി കൊടുക്കാൻ പറഞ്ഞു. അത് ഞാനേറ്റ്, എനിക്ക് ആളാകാൻ പറ്റിയ സമയമാണല്ലോ. അയ്യോ, കൊള്ളായിരുന്നോ? എങ്ങനുണ്ട്? സൂപ്പർ അടിയായിരുന്നല്ലേ? നീ വന്നേ, പെയിന്റ് ചെയ്യാൻ വന്ന് തിരിച്ചോണ്ടിരിക്കണോ? ജനിച്ചപ്പോഴേ ശശികളയാണ്. കൊള്ളാല്ലേ? അടിപൊളിയായിരുന്നു. ഞാൻ ഇവിടെ ഒക്കെ കാണും, ഇടയ്ക്കൊക്കെ ആവശ്യമുള്ളവൻ വിളിച്ചാൽ മതി. മതി നല്ലതായിട്ട് പെയിന്റ് ചെയ്യണം കേട്ടോ. തൃപ്തിയായല്ലോ. ഇപ്പൊ അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, നമുക്ക് എല്ലാവർക്കും ഈക്വലായി കേട്ടാ. നിന്റെ ഒറ്റ കാരണം കൊണ്ടാ ഇതൊക്കെ സംഭവിച്ച. കാരണം കൊണ്ട് അല്ലെ നിങ്ങളെ കുഴപ്പം കൊണ്ട് വെപ്രാളം പരവേശം പോലെ തന്നെ സംഭവിച്ചില്ലേ? നിന്നോട് ഒരു കോഴി വന്നേക്കണ പോലെ വന്നേക്കണ എന്താ പറ്റി? ഇവിടെ വെപ്രാളം പരവേശം പോലെ തന്നെ സംഭവിച്ചത്. അവിടെ ചെന്നപ്പോഴത്തേക്ക് ആരുമില്ല, ചെക്കനുമില്ല, പെണ്ണുമില്ല, വീട്ടുകാരുമില്ല, ആരുമില്ല അവിടെ. അശോ, അപ്പൊ കല്യാണം മുടങ്ങിയ? കല്യാണം മുടങ്ങിയല്ല, കല്യാണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു. ഇവള് ഡേറ്റ് മാറിപ്പോയി. ഈ വെപ്രാളമാണല്ലോ, കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ്. എങ്ങനെയുണ്ട് ഇപ്പൊ? എടാ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ കൃഷ്ണൻ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ആയിട്ടില്ലേ? ഇതാണ് ഞാൻ പറയണ, ഈ ശശീനെ ഒരു പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ മോനെ അത് നമ്മൾ അറിഞ്ഞു ചെയ്യും. എനിക്കറിയാം, അതല്ല നിന്നെ തന്നെ ഈ പണിക്ക് ഏൽപ്പിച്ചത്. അത് തന്നെ അളിയാ, നന്നായിരുന്നു കേട്ടോ. 100 രൂപ കൂടുതൽ തരും ഞാൻ ഇതിന് വേണ്ടിട്ട്. സൂപ്പർ ആയിട്ടില്ലേ? കാര്യങ്ങളൊക്കെ നടത്തിക്കോ. അത് നിന്റെ അപ്പനല്ല, അതല്ല ഞാൻ നിന്നോട് പറയാൻ പറ്റുമോ? നിനക്ക് ഒരു സസ്പെൻസ് ഞാൻ ഒരുക്കി വെച്ചാ. ശ്രീകൃഷ്ണനെ വരയ്ക്കുമ്പോ ശ്രീകൃഷ്ണന്റെ അച്ഛനെ വരയ്ക്കണല്ലോ ഇവിടെ. ശ്രീകൃഷ്ണ അച്ഛൻ വസുദേവനാണിത്. അത് രണ്ടുപേരെ കൂടെ നമ്മൾ വരച്ചത്. മൊത്തം തകർക്കുമാരെ. പിന്നെ ഭക്ഷണം കഴിച്ചല്ലോ? ഇല്ല, ഞങ്ങളൊന്നും കഴിച്ചില്ല. അല്ല ഞങ്ങൾ കഴിച്ചില്ല, ഞങ്ങൾക്ക് ആർക്കും തന്നില്ല. കാലത്തെ ഒരു കാലിച്ചായം കുടിച്ചിട്ട് വന്ന് പണി കയറിയേക്കണം. വിശന്നിട്ട് അണ്ടം പൊട്ടിട്ട്. എന്റെ ദൈവമേ, ഞാൻ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ആ പെണ്ണിനെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. ഏത് പെണ്ണിനെ? എന്റെ മോള്. ഞങ്ങൾക്ക് തന്നില്ല കേട്ടോ. എന്താ നീ ഇവർക്ക് ഭക്ഷണം കൊടുത്തില്ലേടി? അയ്യോ, ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചതാ. എപ്പോ ചോദിച്ചു? എന്റെ പെണ്ണി പെങ്കൊച്ച എന്നാ നോണേ പറഞ്ഞത്? എന്നാ സ്വഭാവം ഇത്? അയ്യോ മമ്മി, സത്യമായിട്ട് ഞാൻ ചോദിച്ചു അങ്കിൾ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ എന്ന്. അതാ പറഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് വന്ന് ഫാസ്റ്റ് ആയിട്ട് അടിക്കുന്നു പറഞ്ഞിട്ട് ഈ കൊച്ചു ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും. ഞങ്ങൾ കാലത്തോട്ട് ഒരു കള്ളി കാണും പോലും കഴിക്കാതെ ഇത്രയും ഫാസ്റ്റായിട്ട് ഒരു സ്ഥലത്ത് പോലും ഇത്രയും ഫാസ്റ്റായിട്ട് അടിച്ചിട്ടില്ല. വിശന്നു. എടാ ശശി, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ രാവിലത്തെ ഫുഡിന്റെ കാര്യമാണ് അവള് പറഞ്ഞത്. അവൾ ഈ ബാംഗ്ലൂരൊക്കെ കിടന്ന് വളർന്നല്ലേ, ഇംഗ്ലീഷേ വായിൽ വരുള്ളൂ. നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. ഞാനത് വിശന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പൊ ഒരു കാര്യം ഒരു കാര്യം ചെയ്യുന്നപ്പോൾ നമുക്കൊന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. മണി 11:30 2 മണിക്കൂർ കഴിഞ്ഞ് ഊണ് കഴിക്കാം. ഞങ്ങൾ ഏതായാലും രാവിലത്തെ ഭക്ഷണം കഴിച്ചിട്ടില്ല, അത് കഴിച്ചേക്കാം. നമുക്ക് കാപ്പി കുടിക്കാം. അതന്നെ, ഊണ് തരാവേ. കാര്യങ്ങളൊക്കെ പടപടയാൻ നടക്കട്ടെ. നമ്മുടെ കാര്യം ഊണാക്കിന്ന്. ഓ അവിടെ എങ്ങാനും സൂപ്പർ ആയിട്ടുണ്ട്. ഇതാരാ വരച്ചേ? ഇത് ഞാനാണല്ലോ വരച്ചേ. ആണോ? ആവശ്യമില്ലാത്ത ബ്രഷ് കയറി പിടിക്കില്ല. ഞാൻ വരച്ച മോളെ. അങ്കിൾ സൂപ്പർ ആയിട്ടുണ്ട്. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടില്ലേ? ചെറിയൊരു പണിയും കൂടെ എന്റെ പുറകിലുണ്ട്, തീർന്നിട്ടില്ല. അടിപൊളി.
സൂപ്പറായില്ലേ? എന്റെ ചെറിയൊരു വർക്കും കൂടെ ഉണ്ട്. അങ്കിൾ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടേ. എന്നാ മോള് പറഞ്ഞോ. അതായത് നമുക്ക് ഈ കൃഷ്ണന്റെ ഇപ്പുറത്ത് ഒരു രാധയും കൂടി വന്നാ കളർഫുൾ ആയിരിക്കും. ആരാ? രാധയില്ല അങ്കിൾ, കൃഷ്ണന്റെ ഭാര്യ. ഈ കൃഷ്ണന്റെ അപ്പുറത്ത് പരവശം പിടിച്ചേക്കണ പെണ്ണാ? അയ്യോ പരവേശമല്ല, പ്രേമ പരവശയായി നിൽക്കുന്ന രാധയാണ് ഉദ്ദേശിച്ചത്. അതല്ലേ പുള്ളിയല്ലേ വരയ്ക്കുന്നത്, ഇപ്പൊ പരവശം പിടിച്ചോളൂ. ഞാനേ പ്ലീസ് അങ്കിൾ. ഞാൻ നോക്കട്ടെ. എടാ ഇവന് എന്റെ ശിഷ്യനുണ്ടേ, ഇങ്ങോട്ട് നോക്കി. ഇവൻ എപ്പോഴും ഇങ്ങോട്ടാ ഇങ്ങോട്ട് മാറി നിൽക്കുക, അവിടെ ഒക്കെ നിൽക്കാതെ ഇങ്ങോട്ട് മാറി. നീ എപ്പോഴും പറയാറില്ല നിനക്ക് പടം വരച്ച് പഠിക്കണം. ഇല്ല, ഞാൻ പറയാറില്ല. എടാ വേണ്ട, കുഴപ്പമില്ലടാ. നീ ആ കൃഷ്ണന്റെ അപ്പുറത്തേക്ക് ഒരു രാധേനെ വരച്ചു അല്ല, അത് ശരിയാത്തില്ല, അത് നീ വരച്ചോന്ന്. ശരിയാ. കൃഷ്ണനെ വരച്ചാരാ? അത് ഞാനാണല്ലോ വരച്ചേ. ഒരു രാധ വരയ്ക്കാമല്ലോ. അല്ല വേണ്ട, വരച്ചോ. സൂപ്പറായിട്ട് വരയ്ക്കും. ചെന്ന് വരയ്ക്കണം. അങ്കിൾ പ്ലീസ് അങ്കിൾ ഒന്ന് വരക്കാം അങ്കിൾ. ഞാൻ വരയ്ക്കാം. മോള് ഫോട്ടോ എടുത്തു. ഫോട്ടോ എടുത്തു. ഇത് നീ വേണം വരച്ച് ഷൈൻ ചെയ്തു. കയറിച്ചല്ലേ വരയ്ക്കേ. ആർട്ടിസ്റ്റ് ശശി ഞാനില്ല. ഫോട്ടോ മോള് അല്ല ഇപ്പൊ എനിക്കേ മോള് എനിക്ക് ഇങ്ങനെ പെട്ടെന്ന് വരയ്ക്കാൻ പറ്റില്ല കേട്ടോ. എനിക്ക് ചെറിയൊരു മോഡൽ വേണം. അതുകൊണ്ട് മോഡൽ ഇല്ല അവിടെ, അതുകൊണ്ട് വരയ്ക്കാൻ പറ്റില്ല. മോഡൽ ഇവിടെ ഉണ്ടല്ലോ. എവിടെ? മോള് മോഡലായിട്ട് നിൽക്കുമല്ലോ. അങ്കിൾ ഞാൻ ബാംഗ്ലൂർ മോഡലിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ നിൽക്കാം അങ്കിൾ, വരക്കാം അങ്കിൾ പ്ലീസ് അങ്കിൾ. ഞാൻ വരയ്ക്കണല്ലേ? ഓക്കെ, അങ്ങള് വരച്ചാരാ കേട്ടാ. അങ്ങള് വരച്ചുതരാം. മോളൊന്ന് ഒരു പോസ്റ്റിൽ അവിടെ നിൽക്കാമോ? എങ്ങനെ നിൽക്കണം അങ്കിൾ? മറ്റേ എങ്ങനെ താടിയിൽ ഇങ്ങനെ ഒരു കൈ കൊടുത്ത് നിന്നോ. ഇങ്ങനെയോ? അവിടെ കേട്ടോ. വരയ്ക്കുവോ? പുള്ളി വരയ്ക്കുവോ? അല്ല, പുള്ളി പറഞ്ഞപ്പോ കയറി വരച്ചാ മതിയായിരുന്നു. ഇതിപ്പോ ക്രെഡിറ്റ് മുഴുവനും പുള്ളി കൊണ്ടുപോകല്ലോ. ജസ്റ്റ് ഒന്ന് തിരിച്ചേ. അല്ല, എനിക്ക് വരയ്ക്കാൻ അറിയാം. ഈ പുള്ളി അത്ര ഹെഡ് വിട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ മോള് വേണേ കണ്ണ് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ പടപടപടാന്നൊന്ന് അടച്ചോ, അപ്പൊ ഒരു ചെറിയ ലൈഫ് കിട്ടും. ക്രെഡിറ്റ് മുഴുവനും കൊണ്ടുപോകണം. പുള്ളി വരയ്ക്കും തോന്നുന്നു കേട്ടോ. കൊണ്ടുപോകും. വരച്ചാ മതിയായിരുന്നു കയറി. എന്നാലും കയറി വരച്ചാൽ മതിയായിരുന്നില്ലേ? അതേന്ന് ഇത് വരയ്ക്കാൻ തീരാൻ പോണു. ഞങ്ങളിപ്പോ വരച്ച് തീരും. തള്ളയിട്ട് കയറുന്നു. നമ്മുടെ അടുത്തൊരു കളി വരച്ചു തീർന്നു. മോളു നോക്കിക്കോ. അയ്യേ എന്താ അങ്കിൾ ഇത്, ഡോറയോ അല്ല കാർട്ടൂണോ? അയ്യേ പപ്പി ഷേം പപ്പിഷയും ചേർത്തിട്ടുണ്ട് അതിനകത്ത്. അതല്ല നല്ല ലൈഫ് ഇല്ല അതിനകത്ത്. അയ്യേ ഇതാണോ അങ്കിൾ രാധ? ഞാൻ ഇത് പപ്പയോട് പറയട്ടെ? രാധ അറിയാവുന്ന പണി ചെയ്താൽ പോരെയോ? നീ എന്നോടാ നിന്റെ പിന്നെ കൃഷ്ണനാഥ് നിന്റെ കൃഷ്ണൻ വരച്ചെന്ന് പറഞ്ഞിട്ടുണ്ടോ നീ ഷൈൻ ചെയ്യുന്നത് നിന്റെ കൃഷ്ണൻ കേട്ടാ. നിന്റെ ഒരു കൃഷ്ണൻ നീ അവൻ പടം വരച്ചു. ഹലോ. കേട്ടോ. അയ്യ, കൊച്ചു പിള്ളേരെ കണക്കിടന്ന് എന്തിനു കണ്ടാ കാണിക്കണത്? അല്ല പിന്നെ അവൻ അത്രയും വലിയൊരു പടം വരച്ചെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവൻ അഹങ്കരിക്കുന്നത്. അത് കളയുന്നു. നമ്മളെ സമയം തെളിഞ്ഞെന്ന്. എന്നത് നീ തെളിച്ച് പറ. നമുക്ക് 5 ലക്ഷം രൂപയുടെ വർക്ക് നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പൊ തന്നെ പോണം. എവിടെ? ഇപ്പൊ തന്നെ പോണോന്ന്. എങ്ങോട്ട്? എവിടെയെന്ന് പറ. ഇഷാൽ പ്ലാസ. എത്ര ലക്ഷം രൂപയുടെ? 5 ലക്ഷം രൂപയുടെ വർക്കാണ്. എന്ത് തുടങ്ങണം? ഇന്ന് തന്നെ തുടങ്ങിയ അത്ര എന്നുള്ളത്. എടാ അങ്ങനെ എങ്ങനെയാടാ ഇട്ടച്ച് പോണത്? ഇവിടെ ഒരു പണി, നമ്മൾ പണിയും കൂലി ഇല്ലാതിരുന്നപ്പം എന്റെ കൂട്ടുകാരൻ ബാബു വിളിച്ചു ഇവിടെ ഒരു പണി തന്നില്ലേ? 10,000 രൂപയുടെ വർക്ക് തന്നില്ലേ? അവനെ എങ്ങനെ ഇട്ടിട്ട് പോണേ? 10,000 രൂപ 5 ലക്ഷം ആണോ നിങ്ങൾക്ക് വലുത്? അതാണ് കാശന്റെ കാര്യം കയറി പിടിക്കുമുള്ളത്. എടാ 5 ലക്ഷം രൂപയൊക്കെ തന്നെയാണ്. പക്ഷെ എനിക്ക് അവൻ ഇട്ടിട്ട് പോകാമല്ലോ. അവൻ്റെ ആത്മാർത്ഥ സുഹൃത്താന്ന്. നിങ്ങളെ മോളെ കല്യാണം വരെയാണ്. എന്തായാലും കാശിന് അത്യാവശ്യമാണ്. അതാവശ്യമാണ്. അപ്പൊ 5 ലക്ഷം ആണോ വലുത്? അതെ, കൂട്ടുകാരന്റെ ആത്മാർത്ഥതയാണ്. എടാ അതല്ലടാ, അവൻ നമ്മളെ വിടത്തില്ലെന്ന് വിടും. 2-3 മാസം പണി കാണും. ഈ പുല്ലം ഞാൻ എങ്ങനെ പറഞ്ഞു? നമ്മളെ പിന്നെ ആത്മാർത്ഥം നമ്മളെ ഏൽപ്പിച്ച പണിയല്ലേ. എന്ത് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത്? ഈ പണിയെ കുളവാക്കിയാൽ നമ്മളെ വിടുവോ? കുളമാക്കിയാൽ ചിലപ്പോൾ നമ്മളെ പറഞ്ഞു വിടുമായിരിക്കും. അത് ശരി, പക്ഷെ അവൻ നമ്മളെ വിടില്ലല്ലോ. എന്നാ ശശി എന്നാ പണിതാ കുളം. ഇതാ നോക്കിയോ. എങ്ങനെ? നോക്കിയോ. എടാ എന്നാണ് നിന്റെ ഒക്കെ മനസ്സിൽ എന്നാന്ന് പറ. ആ ഈ ഐഡിയ ആണ്. ശശി എന്നാടാ എങ്ങനെയാ കാര്യങ്ങളൊക്കെ ഉണടിക്കണ്ടേ? ശശിയെ ഇതല്ലേ കാണിച്ചു വെച്ചേക്കണേ? ചെറിയൊരു അബദ്ധം പറ്റി. അബദ്ധം പറ്റാടാ, നീ പറഞ്ഞു വിട്ടോ. നീ എന്തായി കാണിച്ചു വെച്ചേക്കണത്? അതാ ഞാൻ പറഞ്ഞേ. ഞാൻ നേരത്തെ കണ്ട പടമല്ലല്ലോ. അല്ല നീ നേരത്തെ കണ്ട പടമല്ല. അല്ല പറഞ്ഞു വിടറാ ഞങ്ങളെ. എന്റെ മനസ്സിലെ അതേ പിക്ചർ, നീല സാഗരത്തിൽ മുങ്ങി നീരാടിയ അനന്തകൃഷ്ണൻ. എന്റെ മനസ്സിലുള്ള അതേ പിക്ചർ. നീ എന്റെ ചങ്കാണ്, ചങ്ക്. എനിക്ക് ഞാൻ 100 കൂടുതൽ തരും.
കണ്ടോ ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. എടാ, നിന്നെ സമ്മതിച്ചുട്ടോ. എടാ അതൊക്കെ എടാ നീ അതൊക്കെ നീ ഇങ്ങോട്ട് നോക്കടാ. നിന്റെ ഈ ഭിത്തി മൊത്തം ഇവന്മാരെ എന്നെ കാണിച്ചേക്ക് നോക്ക്. ഞങ്ങൾ പറഞ്ഞു വിടറാ. എടാ ഇതൊക്കെ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ദേഷ്യം വരുന്നില്ലേ? ഇതെന്താ കാണിച്ചു അതാ ഞാൻ പറഞ്ഞേ, നീ പറഞ്ഞു വിട്. ഇതെന്താ നീ കാണിച്ചു വെച്ചേ? പറഞ്ഞു വിട്, ഇതെല്ലാം പറഞ്ഞു വിട്. നിനക്ക് മ്യൂറൽ അറിയില്ലേ? ഇല്ല. മ്യൂറൽ അറിയില്ല? ഇല്ല. പിന്നെ ഇതെന്താണ് ഇതാണ് മ്യൂറൽ എന്ന് പറഞ്ഞത്? ഇതാണ് മ്യൂറല്. ഇതാണ് മ്യൂറല്. ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ എല്ലാ മുറിയിലും നീ ഇതുപോലെ മ്യൂറൽ വരച്ചു വെക്കണം കേട്ടോ. നിനക്ക് 100 കൂടുതൽ വരും. പിന്നെ എന്താ മനോഹരമായി. എടാ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്ത്. നീ രാവിലെ ഞങ്ങള് ഒരു പച്ചവെള്ളം തരാന്ന് ഞങ്ങള് 3 നേരം പട്ടിണി കിട്ടില്ലടാ ദുഷ്ട. പറഞ്ഞോട്. എടാ അവള് വിളിച്ചാലടാ ഭക്ഷണം കഴിക്കാൻ. നിനക്ക് ഇംഗ്ലീഷ് അറിയാത്തതിന് അവളെന്ത് ചെയ്യാനാടാ? കണ്ടാ നിങ്ങൾക്ക് 10 വയസ്സിലെ വിദ്യാഭ്യാസം അങ്ങനെ പറഞ്ഞത്. എടാ വിദ്യാഭ്യാസം ഇല്ലേലും എനിക്ക് നിന്നെക്കാളും വിവരം ഉണ്ടടാ. അവിടെ വിളിച്ചു. വിദ്യാഭ്യാസം ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പിന്നെ നീ എല്ലാ പണി ചെയ്ത് നിനക്ക് ഞാൻ പൈസ കൂടുതൽ തരാന്ന്. 5 ലക്ഷം. എന്നാ പിന്നെ എന്താ ചെയ്യുന്നത്? ഭക്ഷണം ഇല്ലെങ്കിൽ ഞാൻ ബിരിയാണി മേടിച്ചു തരുന്നത്. ബിരിയാണി മേടിച്ചാലൊന്നും പോണ്ടല്ലോ. ബിരിയാണി ആണോ 5 ലക്ഷം ആണോ വലുത്? ഞാനിപ്പോ എന്നാ ചെയ്യുന്നത്? ഇവനെ ഒന്നും വിശ്വസിക്കുന്നില്ല. ഞാൻ ഇങ്ങോട്ട് മാറാ. അയ്യോ അടിക്കുന്നേ. നീ എന്നെ തല്ലിയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചാലേ. നീ നിന്റെ പണിക്കാരനെ വിട്ട് തല്ലിച്ചല്ലടാ. നീ എന്റെ പണിക്കാരെ തല്ലുവല്ലടാ. നീ എന്റെ പണിക്കാരെ നീ എന്നെ തല്ലിയല്ലേ? ഇറങ്ങണല്ലോ. ഈ പരിസരത്ത് ഇറങ്ങിക്കോ. പറഞ്ഞു വിട്. എല്ലാം ഇറങ്ങിക്കോ. ഇറങ്ങുവാ. ഇനി പണിയും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ വീട്ടിൽ പണിയുന്നില്ല. നീ മേലാൽ നീ എന്റെ സുഹൃത്തല്ല. ദേ ഈ കമ്പ് എന്ന് മുറി കൂടുന്നുവോ അന്ന് നമ്മൾ തമ്മിൽ കൂടിയാ മതി കേട്ടോ. ഇറങ്ങിക്കോളാം, എല്ലാം ഇറങ്ങിക്കോളാം ഇവിടുന്ന്. എടുക്കടാ. അല്ല വേണ്ട. ഈ കമ്പ് മുറി കൂടിയിട്ട് നിന്റെ കൂട്ട് വേണ്ട. പന്നപ്പട്ടി. ഹലോ. ഞങ്ങൾ എത്തി. ഗേറ്റിന്റെ അവിടെ എത്തി. ഞങ്ങൾ ഗേറ്റിനോട് എത്തി. പണി തുടങ്ങി. പണി തുടങ്ങി. ഓ പണി കിട്ടിയില്ലേ? പണി കിട്ടിയ ആശാനെ. അതാ പറഞ്ഞ പണി കിട്ടിയില്ലേ? അതല്ല, ഞാൻ അപ്പോഴേ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങാന്ന്. അപ്പൊ നിങ്ങൾ കേട്ടില്ലല്ലോ, നമ്മൾ ചെല്ലാൻ വൈകിയതുകൊണ്ട് അവര് വേറെ ആൾക്കാരെ വിളിച്ച് പണി തുടങ്ങി. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോകുള്ളൂ. എനിക്ക് തുറക്കുവാക്കട്ടെ, ഞാൻ പറഞ്ഞേക്കാം. അയ്യോ എന്റെ കൂട്ടുകാരനെ തല്ലി പണക്കിട്ട് അപ്പൊ ഞാൻ അറിഞ്ഞപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യും? അവനെ പിടിച്ച് തല്ലുകയും ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യത്തിനും. വേറെ ഒന്നും വിചാരിക്കണ്ട, കൂട്ടുകാരെ വിളിക്ക്. 10,000 വിളിക്ക്. വേറെ കാര്യം ഉണ്ടാ. വേറെ കാര്യമുണ്ട്. ഇയാൾ വാവോട്ട് പറഞ്ഞാലും അടിക്കരുതായിരുന്നു. പിന്നെ ഞാനാണ് അടിച്ചത്. നീയൊക്കെ കൂടി ഉണ്ടാക്കി. അവൻ കൊമ്പടിച്ചിട്ടേക്കടാ. ഇത് മുറി കൂടിയല്ലല്ലോ വിളിക്കാൻ പറ്റുള്ളൂ. അല്ല, അതിന് പോകുമ്പോഴേ ഉണ്ടല്ലോ ഫെവിക്കോള്. പൊട്ടിക്കാൻ നോക്ക്. അതൊക്കെ ഇങ്ങോട്ട് വിളിക്കട്ടാ. വാവളിയോ കുഞ്ഞുനാൾ തൊട്ട് എൻ്റെ തോളിൽ ഒരുമിച്ച് കൈയിട്ട് നടന്ന എൻ്റെ ആമാത്രം മിത്രമേ വാവളിയോ. നീ ഇതുവരെ പോയില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞു ഇവിടുന്ന് ഇറങ്ങാൻ. അതല്ലടാ, വേറെ കാര്യം ഉണ്ടടാ. നീ എന്നോട് ഇറങ്ങാൻ പറഞ്ഞില്ലേ? ആ സെക്കൻഡ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമായിരുന്നു കേട്ടോടാ. അപ്പത്തിന് ഞാൻ നോക്കുമ്പോഴേ നീ ഓടിച്ചിട്ട് കമ്പണ്ടാ മുറിയോട് കിടക്കണ സത്യം. നീ നോക്കടാ, നോക്ക്. നിന്റെ ഒരു കമ്പ്. എന്റെ സ്വഭാവം നിനക്ക് അറിയാൻ പാടില്ല. ഞാൻ വന്നില്ല. അവന് ഭ്രാന്ത് പിടിച്ചു. പോ, ഇറങ്ങിക്കോ. ഇറങ്ങാം. വാ. എടുക്ക് സാധനമല്ല എടുക്ക്. വാ. നാണ്ടാ കാലം മുടിയാനായിട്ട് വന്നേ. ഓ എന്നാ അപ്പച്ചോ, എങ്ങനെ പോകുന്നു നിന്റെ പണിയൊക്കെ? ഇങ്ങനാ ഓരോ പണിയും പോകുന്നു. അല്ലടാ പണി